നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായിരുന്നു. ഇതിനെ തുടർന്ന് പുനർനിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഏറെക്കാലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ കിടക്കുകയായിരുന്നു കൊട്ടാരക്കര നഗരത്തിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. പുനർനിർമ്മാണം ആരംഭിച്ചതോടെ പ്രതിദിനം നൂറുകണക്കിന് യാത്രക്കാർ കടന്നുപോകുന്ന ഈ സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാവുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത 6 മാസത്തിനകം പൂർത്തിയാകുമെന്നാണ് കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശ് വ്യക്തമാക്കുന്നത്. കൊട്ടാരക്കര നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നവീകരിച്ച് നല്ല നിലയിൽ പണിയുന്നതിനാവശ്യം പ്രോജക്റ്റ് ഈ ഭരണസഭയുടെ തുടക്കം ആദ്യ വർഷത്തിന് വെച്ചതാണ്. അന്ന് ടെൻഡറായി പണിയൊക്കെ ആരംഭിച്ചു. പക്ഷേ പല സാങ്കേതിക കാരണങ്ങളാൽ അത് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. തുടങ്ങി വെച്ചതേ ഉള്ളൂ. എന്നാലിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആ പണി ചെയ്യാൻ വേണ്ടി കോൺട്രാക്ടർ തയ്യാറാവുകയും അതിൻ്റെ പൈലിങ് പൂർത്തീകരിച്ച് പണി ഒരു 6 മാസത്തിനകത്ത്, ഒരു 3 മാസം അവർ പറയുന്നതിൽ പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന 4-5 മാസത്തിനകത്ത് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. അതിനുശേഷം അതിൻ്റെ തുടർപ്രവൃത്തിയായി ഇപ്പോൾ ചെയ്യിക്കുന്നതിൻ്റെ തുടർപ്രവൃത്തിയായി അവിടെ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ മുൻവശം ആർച്ചും, പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ആർച്ചും അതുപോലെ അതിൻ്റെ തറയും എല്ലാം വൃത്തിയാക്കുന്നതിനാവശ്യമായി പ്രോജക്റ്റ് ഈ പ്രാവശ്യം വെക്കാൻ വേണ്ടിയും നിങ്ങളെ പരിഗണനയിലുണ്ട്, വെക്കാൻ വേണ്ടി കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒട്ടേറെ വാർത്തകളിൽ വന്നിരുന്നു. സ്വാഭാവികമായും അതിൻ്റെ പണി താമസിച്ചത് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി കുറ്റമായിരുന്നില്ല. സാങ്കേതികമായി ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റെയൊക്കെ തന്നെ ഒരു അലംഭാവം കൊണ്ടും പിന്നെ പല കാരണങ്ങൾ കൊണ്ടാണ് മുടങ്ങിപ്പോയത്. എന്തായാലും ഇപ്പോൾ പണി 6 മാസത്തിനകത്ത് പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ഏത് വെയിറ്റ് ഷെഡാണ്? അത് പൊളിച്ച് മാറ്റും. ആ നിലവിലുള്ള പഴയ വെയിറ്റ് ഷെഡ് ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പൊളിച്ച് മാറ്റും. ഇപ്പോൾ ആളുകൾക്ക് നിൽക്കാനൊരു സൗകര്യം നിശ്ചയിക്കുന്നത് പൊളിച്ച് മാറ്റേണ്ടതാണ്. ഉടനെ പൊളിച്ച് മാറ്റേണ്ടതില്ലാത്ത അഭിപ്രായങ്ങൾ നിർത്തിയിരിക്കുകയാണ്. അത് ഈ പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ വെയിറ്റ് ഷെഡ് പൊളിച്ച് മാറ്റും.